ഉന്നത കുലഗോപിയുടെ കൂമ്പൊടിച്ചൊരു പ്രതികരണം രംഗത്ത് വന്നിട്ടുണ്ട്. പുരോഗമന പ്രവർത്തനം ദളിത് ആക്ടിവിസ്റ്റുമായ ദിനുവയിൽ കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനൽ പറഞ്ഞൊരു പ്രതികരണമാണ്. വളരെ കൃത്യമായിട്ടും ക്ലാസ് മറുപടി എന്നും അതിനെ പറയേണ്ടി വരികയാണ്. കാര്യം നമ്മുടെ നാട്ടിൽ പല ഐറ്റം കുലകളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഉന്നത കുല, ആ കുലയെക്കുറിച്ചുള്ള മറുപടിയാണ് ക്ലാസ് എന്ന് പറയേണ്ടി വരുന്നത്. ദിനുവിലേക്ക് പോകാം. ദിനു, ഇപ്പോൾ ഈശ്വരനെ പ്രാർത്ഥിക്കാൻ പിന്തുണയേകുന്ന പൂജാരി സമൂഹം കൺകണ്ട ദൈവമാണ്. മാംസവും ചോരയുമുള്ള ഈശ്വരന്മാരാണ് പൂണൂൽ സമൂഹം. അതായത് ഏതെങ്കിലും ഒരു വ്യക്തി, നല്ലൊരു വ്യക്തിയെ പുകഴ്ത്തലല്ല, ഒരു സമൂഹം ഒന്നാകെ തെറ്റ് ചെയ്യാത്തവരാണ്. ആ ഒരു വിഭാഗത്തിന് തെറ്റുപറ്റുകയേയില്ല, അവർ ദൈവമാണ് എന്ന് അദ്ദേഹം വിശ്വസിക്കുകയാണ്. അങ്ങനെ വിശ്വസിക്കുന്നു. അപ്പോൾ അദ്ദേഹം ഉന്നത കുലജാതനല്ല പൂണൂൽ സമൂഹത്തിന് മുന്നിൽ. അപ്പോൾ അദ്ദേഹം നേരത്തെ ശ്രീ സണ്ണി എം കബിക്കാട് പറഞ്ഞതുപോലെ ശൂദ്രനായി നിന്ന് അദ്ദേഹം പൂണൂൽ സമൂഹത്തെ അഭ്യർത്ഥിക്കുകയാണ്, അല്ലെങ്കിൽ അവരോട് പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹം ഉന്നത കുലജാതനായി നിന്ന് ഗോത്രവർഗത്തെ ഭരിക്കാൻ ആഗ്രഹിക്കുകയാണ്. എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തെ ദിനു കാണുന്നത്? ബജറ്റുമായി ബന്ധപ്പെട്ട് ബജറ്റിൽ കേരളത്തിനൊന്നുമില്ല എന്ന ചർച്ചകൾ നടക്കുമ്പോൾ കേരളം പുലമ്പിയിട്ട് കാര്യമില്ല, കിട്ടിയത് മര്യാദയ്ക്ക് ഉപയോഗിക്കാൻ ശ്രമിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനുശേഷം പറഞ്ഞ കാര്യങ്ങളാണിതൊക്കെ. എനിക്ക് കേരളത്തിൽ ജീവിക്കുന്ന ഒരാൾ എന്ന നിലയ്ക്ക് പരിചയമുള്ള കുല എന്ന് പറയുന്നത് പൂവൻകുല, ഞാലിപ്പൂവൻ കുല, റോബസ്റ്റ് കുല, ഇതൊക്കെയാണ്. അപ്പം ഉന്നത കുലം എന്ന് പറഞ്ഞിട്ട് ഒരു കുലമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് വിശ്വസിക്കാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത്, ഞാൻ അടിസ്ഥാനമാക്കുന്ന ഗ്രന്ഥം മനുസ്മൃതി അല്ലെന്നും വർണ്ണാശ്രമ ധർമ്മ വ്യവസ്ഥയല്ലെന്നും ഞാൻ അടിസ്ഥാനമാക്കുന്ന ഗ്രന്ഥം എന്ന് പറയുന്നത് അനിഹിലേഷൻ ഓഫ് കാസ്റ്റും ഇന്ത്യൻ ഭരണഘടനയൊക്കെ ആണ് എന്നുള്ളതാണ്. നോക്കൂ, ഉന്നത കുലജാതർ എന്ന പ്രയോഗം അത്ര സ്വാഭാവികമായ ഒരു സ്ലിപ്പ് ഓഫ് ടങ് ഒന്നുമല്ല. ഉന്നത കുലജാതർ എന്ന് പറയുന്ന പ്രയോഗത്തിൽ തന്നെ അടിസ്ഥാനം എന്ന് പറയുന്നത് ചില മനുഷ്യർ ഉന്നത കുലമാണെന്നും ചില മനുഷ്യർ നികൃഷ്ട ജന്മമാണെന്നും നികൃഷ്ട കുലമാണ് എന്നുള്ളതാണ് ഉന്നത കുലജാതർ എന്ന് പറയുന്ന പ്രയോഗത്തിലുള്ളത്. ഇന്ത്യൻ ഭരണഘടന നമ്മളോട് പറയുന്നത് ഒരു ഉന്നത കുലവും ഇവിടെ ഇല്ലെന്നും കൃത്യമായി ഇവിടെ പൗരർ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഇന്ത്യൻ ഭരണഘടന വളരെ കൃത്യമായി കൊണ്ട് നമ്മളോട് പറയുന്നത്. അപ്പോൾ ഗ്രേഡഡ് ഇൻഇക്വാലിറ്റിയെ തിരിച്ചു കൊണ്ടുവരുന്ന രീതിയിലുള്ള ഇത്തരം പദപ്രയോഗങ്ങൾ മനസ്സിലെ ജാതീയതയെ തന്നെയാണ് തുറന്നു കാട്ടുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നോക്കൂ, ദളിതരെയും ആദിവാസികളോടും ഇത്രയും സ്നേഹമുണ്ടെങ്കിൽ അടുത്ത ജന്മത്തിൽ ഒരു ദളിതനോ ആദിവാസിയോ ആവാൻ വേണ്ടി ഇദ്ദേഹം ആഗ്രഹിക്കുമായിരുന്നല്ലോ. ഇത്തരത്തിലുള്ള ആളുകൾ ദളിത് ആദിവാസി സേവനങ്ങൾ ചെയ്തതാണ് എടുത്തു പറയുന്നത്. അംബേദ്കർ കൃത്യമായി പറയുന്നുണ്ട്, നിങ്ങൾ എന്ന് ദളിതർക്കും ആദിവാസികൾക്കും ചെയ്തു എന്നല്ല, സവർണ സമൂഹത്തെ പരിഷ്കരിക്കാൻ വേണ്ടി, അവരിലെ ജാതീയത ഇല്ലാതാക്കാൻ വേണ്ടി, അവരുടെ ഒളിഗാർക്ക് ഇല്ലാതാക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളത് പറയണം എന്നുള്ളതാണ് ഡോക്ടർ BR അംബേദ്കറും കൃത്യമായി പറയുന്നത്. രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, അദ്ദേഹം കൃത്യമായി പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ദളിതരും ആദിവാസികളും അടക്കമുള്ള ആളുകൾ ഈ വകുപ്പ് ഭരിച്ചതിൽ എഫിഷ്യൻസി ഇല്ല എന്ന് പറയുന്ന തെറ്റായ വാദമാണ് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത്. നോക്കൂ, തോമസ് വിസ്കോഫും അശ്വിനി ദേശ്പാണ്ഡെയും നടത്തിയുള്ള പഠനത്തിൽ പറയുന്നു, ഇന്ത്യൻ റെയിൽവേക്കകത്ത് ദളിതരും ആദിവാസികളും വന്നതിൽ പിന്നെയാണ് ആ മേഖല എഫിഷ്യൻസി ആയിട്ടുള്ളതെന്ന്. ലോകത്താകമാനം മെക്കിൻസി നടത്തിയുള്ള പഠനം എന്താണ് തെളിയിക്കുന്നത്? അതത് രാജ്യത്തെ ഇൻഡിജീനിയസ് കമ്മ്യൂണിറ്റി എപ്പോഴൊക്കെയാണ് മേഖലകളിലേക്ക്, പ്രൈവറ്റ് ഫേമുകളിലേക്ക് കടന്നു വന്നത്, പ്രോഫിറ്റ്, പ്രൊഡക്ടിവിറ്റി കുത്തനെ ഉയർന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ വളരെ കൃത്യമായി ഞങ്ങളെ ഭരിക്കാനും ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കാനും പ്രാപ്തിയുള്ള എഫിഷ്യൻസിയുള്ള മനുഷ്യരാണ് നിങ്ങൾ. മൂന്നാമതായി, ഇത് ചരിത്രപരമായിട്ടുള്ള ഒരു വെല്ലുവിളി കൂടിയാണ്. ഇവിടുത്തെ ബ്രിട്ടീഷുകാരോട് മാത്രമല്ല സ്വാതന്ത്ര്യ സമരം ഉണ്ടായിട്ടുള്ളത്, ഇവിടുത്തെ ജാതി മേധാവിത്വത്തിനെതിരെ കൃത്യമായ സ്വാതന്ത്ര്യ സമരം നമ്മൾ നയിച്ചിട്ടുണ്ട്. കാലാകാലങ്ങളായി 1000 വർഷക്കാലത്തോളം ഞങ്ങളെ ചൂഷണം ചെയ്ത് ചൂഷണ വ്യവസ്ഥ നിലനിർത്തിക്കൊണ്ട് പാടത്ത് ഞങ്ങളെ നുഖങ്ങളിൽ കെട്ടിയിട്ട് അത്തരത്തിലുള്ള സൽഭരണമാണല്ലോ, ഈ സദ്ഭരണം കാഴ്ചവെച്ച ജാതീയമായ ഒളിഗാർക്കിയോട് പൊരുതിയിട്ടാണ് ഞങ്ങൾ സ്വരാജ്യം എന്ന് പറയുന്ന ആശയത്തിലേക്ക് നീട്ടിയത്. ഇത് ഗാന്ധി കൃത്യമായി പറയുന്നുണ്ട്, ബ്രിട്ടീഷുകാരുടെ സദ്ഭരണമല്ല വേണ്ടത്, സ്വരാജ്യമാണ് വേണ്ടതെന്ന് മഹാത്മാഗാന്ധിയും കൃത്യമായി പറയുന്നുണ്ട്. ഇത്തരത്തിൽ സ്വരാജ്യത്തിന് വേണ്ടി പൊരുതി സ്വരാജ്യം നേടിയ ഞങ്ങളോടാണ് പറയുന്നത് വീണ്ടും നിങ്ങളെ നന്നാക്കാൻ. ഇത് ബ്രിട്ടീഷുകാർ പറഞ്ഞു പോയ വൈറ്റ് മാൻസ് ബേർഡിന്റെ ബാക്കിയാണ്. ഞങ്ങളെ സിവിലൈസ് ചെയ്യാൻ, ഞങ്ങളെ നന്നാക്കാൻ ബ്രാഹ്മിൺ വിഭാഗമോ നായിഡു വിഭാഗമോ വരട്ടെ എന്നാണ് പറയുന്നത്. ഇത്തരം സിവിലൈസേഷൻ മിഷനുകളിൽ ഒന്നും തന്നെ ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് കൃത്യമായി പറയുന്നത്. 4 ഇവിടെ വന്നിട്ടുള്ള സുരേഷ് ഗോപി വലതുപക്ഷ നിരീക്ഷകനായിട്ടുള്ള രാഹുൽ ഈശ്വർ സൂചിപ്പിക്കുകയുണ്ടായിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ, ഒളിഗാർക്കി കഴിയുള്ള ചില മേഖലകൾക്കകത്തേക്ക് ഇവർ കടന്നു വരട്ടെ എന്ന്. ഇതെന്ന് പറഞ്ഞ ഒരു 6 ആക്ക് സെറ്റപ്പ് അല്ല എന്നുള്ളത് രാഹുൽ ഈശ്വർ കൃത്യമായി മനസ്സിലാക്കണം.
കോൺസ്റ്റിറ്റ്യൂഷൻ അനുമാനം ചെയ്യുന്ന കാര്യങ്ങളാണ് ആർട്ടിക്കിൾ 46 അടക്കമുള്ള കാര്യങ്ങളിൽ. സോഷ്യലി എഡ്യൂക്കേഷനലി ഒക്കെ ബാക്ക്വേർഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസിന്റെ അധികാരം എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ മാൻഡേറ്റ് ആണ്. ഉന്നത കുലജാത സംവരണം എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ മാൻഡേറ്റ് അല്ല. അങ്ങനത്തെ ഒരു പദം കോൺസ്റ്റിറ്റ്യൂഷൻ ഒരിടത്തും ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കണം. ഇന്ത്യക്കകത്ത് പിന്നെ രാഹുൽ ഈശ്വരനെ പോലുള്ള ആളുകൾ എപ്പോഴും മാനിപ്പുലേറ്റ് ചെയ്തെന്ന് പറയുന്നത് ഞങ്ങളുടെ പൂർവികൾ ചെയ്ത തെറ്റിന് ഇപ്പോഴത്തെ പരിഹാരം, അങ്ങനത്തെ ഒരു കാര്യമേ അല്ല നമ്മൾ പറയുന്നത്. ഇന്ന് ഇന്ത്യക്കകത്തെ കണക്കുകൾ എടുത്തു കഴിഞ്ഞാൽ ബ്രാഹ്മിൻ, ബനിയ, ക്ഷത്രിയ, കായത്സ് എന്ന് പറയുന്ന 4 സമൂഹമാണ് ജുഡീഷ്യറി അടക്കമുള്ള ഓരോ മേഖലയും ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരം മേഖലകൾക്കകത്ത് ഇന്നത്തെ കണക്കുകൾ പ്രകാരം ഒളിഗാർക്കിക്കായിട്ട് ഈ കമ്മ്യൂണിറ്റീസ് നിൽക്കുന്നുണ്ടെങ്കിൽ അത്തരം ഇടങ്ങളിലേക്ക് അഡിക്കേറ്റ് ആയിട്ടുള്ള റെപ്രസെന്റേഷൻ വേണം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സുരേഷ് ഗോപി പറയുന്ന ഉന്നത കുലജാതവാദത്തെ യാതൊരു രീതിയിലും അംഗീകരിക്കാൻ ഇന്ത്യയിലെ ഒരു പൗരൻ എന്ന നിലയിൽ ഞാൻ തയ്യാറല്ല. സുരേഷ് ഗോപിയും ഒരു പൗരനാണ്. അദ്ദേഹം ബ്രാഹ്മണനായ അടുത്ത ജന്മത്തിൽ ജനിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് കൊണ്ടുകൂടിയാണ് അദ്ദേഹം ഇത്തരം ജാതീയമായിട്ടുള്ള പരാമർശങ്ങൾ ഇപ്പോഴേ നടത്തുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കൃത്യമായിട്ടുള്ള നിരീക്ഷണമാണ്. നേന്ത്രക്കുല, പാളയംതോടൻ കുല, പൂവൻകുല, കപ്പക്കുല, മോറീസ് കുല എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഉന്നത കുല, ഇനി സുരേഷ് ഗോപിയുടെ വീട്ടിൽ മാത്രം വിളഞ്ഞു വരുന്നതോ കുലയ്ക്കുന്നതോ ആയിട്ടുള്ള ഒരു ഐറ്റം കുലയായിരിക്കും ഈ ഉന്നത കുല. അതുകൊണ്ടാണ് ഈ നാട്ടിൽ പല കാര്യങ്ങളിൽ ഈ ഉന്നത കുല വേണമെന്നുള്ള ആവശ്യം അദ്ദേഹം ഉന്നയിക്കുന്നത്. അതായത് പിന്നോക്കക്കാരെ കൂടി നയിക്കാൻ ഉന്നത കുല വന്നാലേ ശരിയാകുള്ളൂ. കാര്യം അവരുടെ ഇടയിലാകുമ്പോൾ തമ്പ്രാമ്പിളി കേൾക്കാം, തൊഴുതു വണങ്ങി നിൽക്കുന്നത് കാണാം, വെഞ്ചാമരം വീശും. അങ്ങനെ പിന്നോക്കക്കാർ മുഴുവൻ എൻ്റെ മുന്നിൽ നടുവളഞ്ഞ് നിൽക്കുന്നതോ ഞാൻ നടന്നു പോകുമ്പോൾ കിട്ടുന്ന ഒരു കുളിരുണ്ടല്ലോ, ആ കുളിരിനൊടുവിൽ ഇവർക്ക് കുഴി കുത്തി ഇലയിട്ട് ഒരു കഞ്ഞിയും കൂടി കൊടുത്താൽ ഞാൻ അങ്ങ് സംതൃപ്തനാകും. ആ മനോഭാവത്തിനെയാണ് ദിനുവയിൽ കഴിഞ്ഞ ദിവസത്തെ ചാനൽ ചർച്ചയിൽ പൊളിച്ചു കൊടുത്തത്. ഇങ്ങനെയല്ലാതെ എന്താണ് മറുപടി പറയേണ്ടത്? വാക്കുകളിൽ ഹിന്ദു ഹിന്ദു ഹിന്ദു, പ്രവൃത്തിയിൽ എന്താണ്? ചോവൻ, പറയൻ, പുലയൻ തുടങ്ങി അവർണ വ്യവസ്ഥിതികളോടുള്ള അദ്ദേഹത്തിൻ്റെ മനോഭാവം തുറന്നു കാട്ടുകയാണ്. ഉള്ളാലുള്ളത് തനിയെ പുറത്തു വരും. നേരത്തെ RLV രാമകൃഷ്ണന്റെ കാര്യത്തിൽ അദ്ദേഹം ഒരു ഡാൻസ് ചെയ്ത സന്ദർഭത്തിൽ ഇതുപോലെ ഒരു കുലയുടെ പ്രതികരണം നമ്മുടെ നാട് കേട്ടതാണ്. ആ ഡാൻസ് കണ്ടപ്പോൾ ആ കുലയ്ക്ക് ഇതുപോലെ പൊള്ളി. അതേപോലെ ട്രൈബൽ വകുപ്പിൽ എന്താണ് ട്രൈബൽ എന്നോ അവരെങ്ങനെ ജീവിക്കുന്നെന്നോ അവരുടെ അവസ്ഥ എന്താണെന്നോ ഇതുവരെ സ്വപ്നം പോലും കണ്ടിട്ടില്ലാത്ത, ബ്രാഹ്മണനാകാൻ ആഗ്രഹിച്ച് നടക്കുന്ന വ്യക്തി ചെന്നിരുന്ന് അവർക്ക് ഈ എല്ലില്ലാത്ത നാവ് കൊണ്ടങ്ങ് സഹായം എത്തിച്ചു കൊടുക്കും അത്രേ. കാര്യം ഒരുപാട് കേന്ദ്ര ഫണ്ട് വരുന്നു എന്ന് എവിടെ നിന്നെങ്കിലും അറിഞ്ഞു കാണും. ഈ പെട്രോളിയത്തിലൊക്കെ ഇരുന്നാൽ വേണ്ടത്ര അങ്ങോട്ട് മുക്കാൻ പറ്റാത്തത് കൊണ്ട് ട്രൈബൽ വകുപ്പിലെ ഫണ്ടാകുമ്പോൾ എന്തിനാണ് ഇവനൊക്കെ കൊടുക്കേണ്ടത്, അത് ഞങ്ങളുടെ തറവാട്ടിലേക്ക് കൊണ്ടുപോയിക്കൂടെ? ആ മനോഭാവങ്ങൾക്കെതിരെയുള്ള മറുപടിയാണ് ആ കേട്ടത്. എന്തായാലും ചർച്ചയിൽ പറഞ്ഞ വാചകങ്ങൾ ഈ നാട്ടിലെ പിന്നോക്കക്കാരായിട്ടുള്ള മനുഷ്യരുടെ ചെവി തുറപ്പിക്കണമെന്നുള്ള ആഗ്രഹം മാത്രമാണുള്ളത്. ഇവരെപ്പോലുള്ള മനുഷ്യർ സമൂഹത്തിനോട് വിളിച്ചു പറയുന്നുണ്ട്. കൊടും ചതി സംഘപരിവാറിന്റെ പിന്നിലിരുന്നു കൊണ്ട് സവർണർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം അത് സമൂഹം തിരിച്ചറിയേണ്ടതുണ്ട്. പിന്നോക്കക്കാരും ദളിതരുമായിട്ടുള്ള മനുഷ്യർ ഇവരുടെ വിശ്വാസം കൊണ്ടുള്ള ആ വഞ്ചന തിരിച്ചറിയണമെന്നുള്ളതാണ് ആ വാക്കുകളിലൂടെ കൃത്യമായി നിഴലിച്ചിരിക്കുന്നത്.